2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത് PV അൻവറാണ്. അതുപോലെ തന്നെ അൻവർ മത്സരിക്കാനായിട്ട് കച്ചകെട്ടി നിൽക്കുന്ന ബേപ്പൂർ നിയമസഭാ മണ്ഡലവും, കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ വളരെ പണ്ട് തന്നെ അറിയപ്പെടുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ്. പഴയ കോലിബി സഖ്യമൊക്കെ പലർക്കും ഓർമ്മയുണ്ടാകും. ഇവിടെ ഇനിയിപ്പോൾ മറ്റൊരംഗത്തിനായിരിക്കും ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത്. PV അൻവർ UDFിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് CPMലെ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാൻ പോകുന്നത്. എന്തായാലും റിയാസ് 2026 രണ്ടാം വട്ടം മത്സരിക്കും ഉറപ്പായും. അപ്പോൾ അതും ബേപ്പൂരിൽ നിന്ന് തന്നെ ആയിരിക്കും. റിയാസിനെ നേരിടുക എന്നുള്ളതാണ് PV അൻവറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും. 2021 തെരഞ്ഞെടുപ്പിൽ 28,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് റിയാസ് ജയിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഒരു LDF തരംഗമായിരുന്നു ഉണ്ടായിരുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. പിണറായി വിജയനിൽ വലിയ വിശ്വസ്തത അർപ്പിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് നടന്നത്. അപ്പോൾ ബേപ്പൂരിൽ നിന്ന് അതിനു മുമ്പ് 2016 LDF തന്നെയാണ്. അപ്പോൾ ഒരു നീണ്ട കാലത്തെ LDF ആധിപത്യത്തിന് വിരാമമിടുക എന്നുള്ളതാണ് PV അൻവർ ലക്ഷ്യം വയ്ക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് അൻവർ ബേപ്പൂർ തന്നെ തിരഞ്ഞെടുത്തത്. അൻവറിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുമെന്നാണ് മുസ്ലിം ലീഗ് അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അൻവറിനെ കൂടെ ചേർത്ത് നിർത്തുന്നതിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മുസ്ലിം ലീഗ് വളരെ മുൻകൈ എടുത്തതാണ്. അന്ന് വേണ്ട തരത്തിലത് ഫലവത്തായി മാറി ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് PV അൻവറിന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കേണ്ടി വന്നത്. അൻവറിൻ്റെ കരുത്ത് നിലമ്പൂരിൽ ഒരിക്കൽ കൂടി പ്രകടമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും PV അൻവർ തൃണമൂൽ കോൺഗ്രസ് വഴി UDFിലേക്ക് കയറി ഇനി UDF അധികാരത്തിൽ വരുമെന്നും അങ്ങനെ അസോസിയേറ്റ് ചെയ്ത് നിന്നു കഴിഞ്ഞാൽ ഒരു മന്ത്രി പദവി വരെ ലഭിക്കാം. പ്രത്യേകിച്ച് റിയാസിനെ പരാജയപ്പെടുത്തി ബേപ്പൂരിൽ നിന്ന് വരുന്ന ഒരാൾക്ക് മന്ത്രി പദവി തീർച്ചയായിട്ടും കൊടുത്തിരിക്കുമെന്നുള്ളതാണ്. അതുതന്നെയാണ് PV അൻവർ മുന്നിൽ കാണുന്നത്. ഇപ്പോൾ റിയാസ് 28,000-ൽ അധിക വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്നുള്ള ഒരു ബലത്തിൽ നിൽക്കുമ്പോൾ ഓർക്കണം, റിയാസ് ഏതു തരത്തിലുള്ള കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിൽക്കുന്നുണ്ട് എന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. എന്തായാലും മുസ്ലിം സമുദായത്തിലുള്ള 2 സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഒരു പോരാട്ടം കൂടി ആയിരിക്കുമെന്നുള്ളതാണ്. ഈ റിയാസ് 2014 കോഴിക്കോട് മണ്ഡലത്തിൽ MK രാഘവനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. എന്തായാലും അൻവർ സീറ്റിൻ്റെ കാര്യത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അൻവറിന് നോട്ടം ഒന്നുകിൽ മലപ്പുറം ജില്ലയിലെ തവന്നൂര് KT ജലീലിനെതിരെ മത്സരിക്കുക. KT ജലീൽ അടുത്ത തവണ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. പക്ഷേ തവന്നൂര് നോട്ടമുണ്ട്. കാരണം KT ജലീൽ വളരെ തുച്ഛമായ വോട്ടിന് മാത്രമാണ് അവിടെ നിന്ന് ജയിച്ചത്, 2000-ലധികം വോട്ടിൻ്റെ. ഇനിയിപ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്ന സ്ഥിതിക്ക് അവിടെ നിന്ന് UDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് സുഖമായി ജയിച്ച് വരാം എന്ന് കരുതുന്നുണ്ട്. പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അതല്ല. തവന്നൂരിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ബേപ്പൂരാണ്. കാരണം റിയാസിനെ വീഴ്ത്തുക എന്നുള്ളതാണ്. റിയാസിനെ വീഴ്ത്തിക്കഴിഞ്ഞാൽ തന്നെ UDFിനകത്ത് വലിയ ഒരു സ്ഥാനം തനിക്ക് കിട്ടും എന്നും കാണുന്നുണ്ട്, PV അൻവർ കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ UDFിനായിരുന്നു ഭൂരിപക്ഷം.
അത് മന്ത്രിമണ്ഡലമായിരുന്നിട്ട് പോലും തദ്ദേശ തെരഞ്ഞെടുപ്പില് 1340 വോട്ടിന്റെ ലീഡ് ബേപ്പൂരിൽ ഉണ്ടായിരുന്നുള്ളൂ LDF-ന്. അതൊക്കെ തന്നെ തനിക്ക് അനുകൂല ഘടകമാക്കി മാറ്റാം എന്ന് അൻവർ കരുതുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് പല പല കാരണങ്ങളുണ്ട് അൻവർ ഇവിടെ മത്സരിക്കുന്നതിനും ജയസാധ്യതയ്ക്കും. ഒന്ന്, കേരളത്തിൽ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം. 2, ഇവിടെ റിയാസിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ. അടുത്ത LDF-ന്റെ മുഖ്യമന്ത്രി, CPM-ന്റെ മുഖ്യമന്ത്രി എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന്. 3, ഇതിനകത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാകുന്നുണ്ട്. 4, ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് PV അൻവർ എങ്ങനെയാണ് LDF വിട്ടത്? ഇടത് സഹയാത്രികനായിട്ടാണ് നിലമ്പൂരിൽ മത്സരിച്ചത്. എന്തുകൊണ്ടാണ് വിട്ടത്? അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് വെട്ടിത്തുറന്ന് പറഞ്ഞത്? ഇതൊക്കെ CPM-നെ പ്രതിരോധത്തിലാക്കിയ കാര്യമാണ്. അങ്ങനെ അത്തരത്തിൽ ഒരു പ്രതിരോധത്തിലാക്കിയ സ്ഥിതിക്കും ഇത് താൻ ഈ റിയാസിനെതിരെ മത്സരിക്കാൻ യോഗ്യനാണ് എന്ന് അൻവർ തന്നെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബേപ്പൂരിലെ ഈ മത്സരത്തിന് എന്തുകൊണ്ടും മറ്റൊരു പ്രാധാന്യം കൂടിയാണ് ഇതിനകത്ത് കൈവരാൻ പോകുന്നത്. അപ്പോൾ അൻവർ മത്സരിക്കും എന്നുള്ളത് ഉറപ്പായി. അൻവർ തവന്നൂരിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് ബേപ്പൂരിൽ തന്നെയാണ്. കാരണം ബേപ്പൂരിൽ റിയാസിനെ പരാജയപ്പെടുത്തി ചെന്നു കഴിഞ്ഞാൽ തനിക്ക് കിട്ടാവുന്ന സ്ഥാനലബ്ധിയെക്കുറിച്ചും PV അൻവർ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ആയിരിക്കും ഒരു പൊരിഞ്ഞ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുക എന്നുള്ളതാണ്. എന്തായാലും അൻവർ ലീഗ് വഴി UDF-ലേക്ക് തൻ്റെ ഈ നിലപാട് അറിയിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് സർവ്വവിധ പിന്തുണയുമാണ് അൻവറിന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ സ്ഥിതിക്ക് അവിടുത്തെ ചിത്രം മാറാനുള്ള സാഹചര്യമാണ് കാണുന്നത്. ഇപ്പോൾ PV അൻവർ അവിടെ ആ മണ്ഡലത്തിൽ, ബേപ്പൂർ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാണ് അറിയുന്നത്. പലയിടങ്ങളിലും ഫ്ലെക്സുകൾ തന്നെ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ബേപ്പൂരിൽ സുൽത്താനായി മാറാൻ പോകുന്നു അൻവർ എന്നാണ് അവിടെ ഉയർന്ന ഫ്ലെക്സുകളിലൊക്കെ തന്നെ കാണുന്നത്. അപ്പൊ റിയാസിനെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. UDF-ന്റെയും പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് റിയാസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു പലയിടങ്ങളിലും അവരൊരു വലിയ ആധിപത്യവും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനവും നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പൊ ജോസ് കെ മാണിയെയും ഒക്കെ തന്നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ആദ്യ സമയം മുതൽ തന്നെ പ്രയത്നിച്ചവരിൽ മുസ്ലിം ലീഗാണ്. ലീഗ് അവരുടെ സീറ്റ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്, തിരുവമ്പാടി സീറ്റ്. കാരണം പാലാ സീറ്റിന്റെ കാര്യത്തിൽ കാപ്പൻ മുറുകെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് തിരുവമ്പാടി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. സുരക്ഷിതമായിട്ടുള്ള മണ്ഡലമാണ്. അതുപോലെ തന്നെ ലീഗ് കോൺഗ്രസുമായിട്ട് സീറ്റുകൾ വെച്ചു മാറാനും ഒക്കെ തയ്യാറെടുക്കുന്നുണ്ട്. അങ്ങനെ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് കൂടുതൽ സീറ്റ് പിടിച്ച് ഭരണത്തിലെത്തുക എന്നുള്ളത് ലീഗ് അത് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ബേപ്പൂരിൽ നടക്കാൻ പോകുന്ന പോരാട്ടവും. എന്തായാലും PV അൻവർ ബേപ്പൂരിലെ സുൽത്താനായി മാറുമോ എന്നുള്ളതാണ് ഇനി നമ്മൾക്കറിയേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.